ഈ 2-3 ദിവസമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നല്ലോ. പ്രത്യേകിച്ച് കൈരളി ചാനൽ ചർച്ച ചെയ്യപ്പെടുന്നല്ലോ. ലോ മിനിസ്റ്റർ ആയിരുന്ന രാജീവോ, കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന സഖാവ് പിണറായി വിജയനോ, ആരെങ്കിലും ഒരാൾ കേരളത്തിലെ LDF ഭരിക്കുന്ന ത്രിതല പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഞങ്ങൾ ഇത് പാടില്ല എന്ന് പറയാൻ ഇതുവരെ ആരും തയ്യാറായിട്ടുണ്ടോ? അല്ല, സനോജ് പറയും. സനോജ് പറയട്ടെ. താങ്കൾ ചോദിച്ച ചോദ്യം കറക്റ്റ് ആണ്. സനോജിന്റെ മറുപടി പറയാൻ ഇത് പാടുമോ ഇല്ലയോ? നമ്മള് അല്ല, വേറൊരു കാര്യം കൂടി പറയും. നിയമസഭയിലെ കഴിഞ്ഞ ഗവർണർ സംഘപരിവാറിന്റെ ചില ഡയലോഗുകൾ തിരികെ കയറ്റിയപ്പോൾ അത് വെട്ടിമാറ്റിയത് നിയമസഭയിലാണ്, നമ്മൾ കണ്ടതാണ്. സനോജ് മറുപടി പറയാം. ചോദ്യമാണ് മഞ്ചവളാൻ ചോദിച്ച വളരെ ന്യായമായ ചോദ്യം. അല്ല, RSS ഇങ്ങനെയുള്ള പല അജണ്ടകളും മുന്നോട്ട് വെച്ചു. കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിയമമുണ്ടാക്കി. അത്തരം കാര്യങ്ങളോടെല്ലാം കേരളം കഴിഞ്ഞ 10 വർഷം എന്ത് സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് എടുത്ത തീരുമാനം എന്തായിരുന്നു? സംസ്ഥാനത്തിൻ്റെ നിയമസഭയിൽ കൈക്കൊണ്ട ഐക്യകണ്ഠേന എടുത്ത തീരുമാനം എന്തായിരുന്നു? അതിനൊക്കെ നേതൃത്വം കൊടുത്ത ആരാണ്? കേരളത്തിന് അന്നത്തെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഈ കേരളത്തിൽ ഞങ്ങൾ നടപ്പാക്കില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ എല്ലാ ഘട്ടത്തിലും RSSൻ്റെ അജണ്ടകളുമായിട്ട് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ എല്ലാ നിലയിലുള്ള രാഷ്ട്രീയമായ അഭിപ്രായം വളരെ കൃത്യമായി തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയും, നാളെയും പറയും. അല്ലാതെ RSSൻ്റെ ആളുകൾ എഴുതി കൊടുക്കുന്ന കുറിപ്പടി അനുസരിച്ചിട്ട് എന്നാൽ പിന്നെ ഞങ്ങൾ ഇയാളെ VC ആയിക്കൊള്ളാം, ഇത്ര ആളുകളെ സെനറ്റിലെടുക്കാം, ഇത്ര ആളുകളെ സിൻഡിക്കേറ്റിലെടുക്കാം, നിങ്ങൾ പറയുന്ന ഒരാളെ ഞങ്ങൾ ഈ നമ്മുടെ പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചു കൊള്ളാം, ഇതല്ലേ പറയുന്നത്. ലോകഭവൻ ഇപ്പം പറഞ്ഞല്ലോ, ഇറക്കിയ പത്രക്കുറിപ്പിൽ എന്താ പറയുന്നത്? ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. വിദ്യാഭ്യാസ മന്ത്രി എന്താ പറയുന്നത്? അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവർക്ക് തിരിയുന്നില്ല ആരാണ് എവിടെ നിന്നാണ് തീരുമാനങ്ങളൊക്കെ വരുന്നത് എന്ന്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാവപ്പെട്ട കോൺഗ്രസ് വക്താവ് ഇതൊന്നും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കേരളത്തിലെ ആളുകൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസമായിട്ട് TG മോഹൻദാസിനെതിരായിട്ട് കേസെടുത്തിട്ട് ഇന്നല്ലേ അയാളെ വീട്ടിലേക്ക് ആളെ അയച്ചത്. ഇത്രയും ദിവസമായിട്ട് ഇവരൊക്കെ എവിടെ പോയി? ഈ പോലീസ് സംവിധാനമൊക്കെ എവിടെ പോവായിരുന്നു? അപ്പോൾ ഇത് വളരെ പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അമ്പലക്കള്ളന്മാർക്ക് വേണ്ടി വാദിച്ച ഒരാളെ പിടിച്ചിട്ട് ഇവർ നമ്മുടെ സർക്കാർ ഭാഗം വാദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് ആളെ കൊണ്ടിരുത്തിയിട്ടില്ലേ? കടുത്ത വിമർശനം വന്നപ്പോഴല്ലേ മെല്ലെ യൂട്ടേൺ അടിക്കേണ്ടി വന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ കാര്യങ്ങളെല്ലാം വളരെ ആസൂത്രിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 3 സീറ്റ് മതി കേരളം ഭരിക്കാൻ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഞങ്ങളല്ലല്ലോ, നിങ്ങളല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്നൊക്കെ എന്ത് ചോദ്യമാണത്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ എല്ലാ കാലത്തും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുകയാണ്. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഏതൊക്കെ എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ശേഷി ഈ കേരളത്തിലെ ഈ അധികാരം ഏറ്റെടുക്കുന്ന ഈ നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയോ? കേന്ദ്രത്തിൽ നിയമം കൊണ്ടുവന്നിട്ടുള്ളതും RSS നടപ്പാക്കാൻ ശ്രമിക്കുന്നതൊക്കെ അറിയുന്ന ആളല്ലേ. അന്ന് ഇടപെടണ്ടേ? അന്ന് ഇടപെട്ടില്ലല്ലോ. ഗവർണർ നേരിട്ടിട്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ട് വിളിപ്പിച്ചല്ലോ. പിന്നെ ഗവർണർ ഓഫീസിലേക്ക് ഒരു യോഗം നടത്തിയല്ലോ. ഗവർണർക്ക് അതിനുള്ള അധികാരമുണ്ടോ? അപ്പം ഗവർണറുടെ അധികാര പരിധിക്കപ്പുറത്തുനിന്ന് ചില കാര്യങ്ങൾ നടത്തും. ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിനകത്ത് എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരായ ഒരു ചെറു വിമർശനം ഉണ്ടായിട്ടില്ല എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ബജറ്റ് പ്രസംഗത്തിനകത്ത് എന്തുകൊണ്ടൊരു വരി അതിനകത്ത് എഴുതി വെച്ചുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. അപ്പോൾ നിങ്ങൾ കേന്ദ്രവുമായിട്ട് പൂർണ്ണമായും സഹകരിച്ചിട്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും കേന്ദ്രവുമായി കോടതിയിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്, പുറത്തേറ്റുമുട്ടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ പോയിട്ട് ഡൽഹിയിൽ അവരുടെ മുക്കിന് മുന്നിൽ സമരം നടത്താൻ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ RSSുമായിട്ടുള്ള ഈ കാര്യത്തിനകത്ത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, കിസ് മത്സരം നടന്നല്ലോ ഇപ്പോൾ ഇവിടെ, അല്ലേ? കിസ് മത്സരം നടന്നിട്ട് ആര്യ മഹാനാക്കി ചിത്രീകരിച്ചത് VD സവർക്കറെയാണ്. VD സവർക്കർ RSSൻ്റെ പ്രധാനപ്പെട്ട നേതാവ്, ഗാന്ധി വധക്കേസിൽ പ്രതിയേർക്കപ്പെട്ട ആള്, RSSൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അവരുടെ പ്രത്യയശാസ്ത്ര അടിത്തറ വിപുലീകരിക്കാൻ വേണ്ടി ഇടപെട്ട ആള് VD സവർക്കർ ഒരു കാരണവശാലും ഈ രാജ്യം അംഗീകരിച്ച സ്വാതന്ത്ര്യ സമര പോരാളിയല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. UDF ഭരിക്കുന്ന ഘട്ടത്തിൽ മാത്രമല്ലേ അദ്ദേഹത്തിൻ്റെ പേരിന് അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചോദ്യം തന്നെ ഇറങ്ങിയത്, ഒരു കിസ് മത്സരത്തിൽ ഒരു ചോദ്യമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇതിനെല്ലാം തള്ളിപ്പറഞ്ഞതിന് പകരം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ചർച്ചയിൽ അതും ഇതും പറയുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം. നിങ്ങളുടെ നേതാക്കന്മാരോട് പറയണം, ഇങ്ങനെ ചാനൽ ചർച്ചയിൽ പോയിട്ട് ഞങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയണം. അല്ലെങ്കിൽ അത് ഏറ്റുപറയണം. അത് തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. ഇതിന് പകരം
ഇടതുപക്ഷത്തിൻ്റെ അങ്ങനെയല്ലേ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യവുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ പലതും ഇവിടെ പറയേണ്ടി വരും.